ഹായ് വ്യൂസ്, RJ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ നാട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു. അപ്പം ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം അവർ എല്ലാവരും കൂടെ ഉള്ള ഒരു ദിവസത്തെ വീഡിയോ ആണിത്. അങ്ങനെ നമ്മൾ നേരം വെളുത്ത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ്. സാമ്പാറും ദോശയായിരുന്നു. സാമ്പാർ രാവിലെ അമ്മ ശരിയാക്കി, പിന്നെ ദോശ ചുട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഇറങ്ങി വന്ന്, അന്നേരം പിന്നെ അവിടെ നമ്മൾ പൈനാപ്പിൾ കൊണ്ടുവന്നത് ഇരിപ്പുണ്ടായിരുന്നല്ലോ, ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു, ഒന്ന് പിന്നെ കുഞ്ഞമ്മയുടെ അവിടുന്ന് ബിന്ദു കുഞ്ഞമ്മയുടെ അവിടുന്ന് കൊണ്ടുവന്നതും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് അമ്മയുടെ കൊടുത്തിട്ട് അരിയാൻ പറഞ്ഞ് അമ്മ പിന്നെ പൈനാപ്പിളൊക്കെ ചെത്തി അരിഞ്ഞ് തന്ന്. എന്നിട്ട് അമ്മ ചോദിക്കുക, നീ ഇതുപോലെ ചെത്തി എടുക്കുമോ എന്ന്. അമ്മ എൻ്റെ പഴയ വീഡിയോ ഏതാണ്ട് കണ്ടിട്ട് പറയുക, നീ തല തിരിച്ചു വെച്ചാണ് പൈനാപ്പിൾ ചെത്തുന്നതെന്നൊക്കെ എന്നോട് പറയുക. അമ്മ അവിടെ ചെത്തി പ്ലസ് പീസാക്കുന്നുണ്ട്, നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കാമെന്ന് വെച്ച്, ചെറിയ പുളിപ്പൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ജ്യൂസ് അടിക്കാനെടുത്ത്. അന്നേരം അങ്കിത്ത് വന്ന് പറഞ്ഞ് ഞാൻ ജ്യൂസ് അടിക്കാമെന്നും പറഞ്ഞ് വന്ന്. അങ്ങനെ പിന്നെ അങ്കിത്താണ് പിന്നെ ബാക്കി ജ്യൂസൊക്കെ അടിച്ച് തീർത്തത്. ജ്യൂസ് അടിച്ച് എല്ലാവർക്കും ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തത്. അങ്ങനെ അങ്കിത്ത് ജ്യൂസ് അടിച്ചപ്പോൾ ജ്യൂസ് അടിക്കാൻ കാരണം അമ്മ വന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ വെച്ചിരുന്നാൽ പന്നലായി പോവും, കുറേ ദിവസമായില്ലയോ എന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞ് പൈനാപ്പിൾ ചീത്തയായി പോകുമെന്നും പറഞ്ഞുകൊണ്ട്. അന്നേരം അമ്മയാണെങ്കിൽ ഒരെണ്ണം കൂടെ കൊണ്ടുവന്നായിരുന്നു, കുഞ്ഞമ്മയുടെ അവിടെ നിന്ന് കൊണ്ടുവന്നത്. അപ്പം അത് രണ്ടും കൂടെ നമുക്ക് ജ്യൂസ് അടിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഒരുമിച്ച് രണ്ടും കൂടെ കട്ട് ചെയ്ത് അമ്മയെക്കൊണ്ട് തന്നെ കട്ട് ചെയ്യിച്ച് നമ്മൾ ജ്യൂസ് അടിച്ചത്. അപ്പോഴാണ് അങ്കിത്ത് വന്നത്, ഞാൻ ജ്യൂസ് അടിക്കാമെന്നും പറഞ്ഞുകൊണ്ടും വന്നത്. അങ്ങനെ പിന്നെ അവനെ കൊണ്ട് ചെയ്യിച്ച് എല്ലാവർക്കും സെർവ് ചെയ്തത് അവനാണ്. എല്ലാ ഗ്ലാസ്സിലും ഒഴിച്ച് രണ്ട് അമ്മൂമ്മമാർക്കും കൊടുത്തു. അമ്മൂമ്മയ്ക്ക് എടുത്തു കൊടുക്കുക രണ്ടുപേർക്കും. അങ്കിത്തിൻ്റെ ജ്യൂസ് ചുമ്മാ അങ്കിത്ത് മിക്സി മാത്രം കറക്കിയതേ ഉള്ളൂ. ഞാൻ പഞ്ചസാര ഇട്ടു. ചവയ്ക്കുന്നോ? പിന്നെ കയറി ചക്കയ്ക്ക് എന്തോ പുളിപ്പില്ലയോ? കുടിക്ക് അങ്കിത്തിന് മറ്റേർക്ക് കൊണ്ട് കൊടുക്കണം മേളി. അങ്ങനെ അങ്കിത്ത് രണ്ട് അമ്മൂമ്മമാർക്കും ജ്യൂസ് ഒഴിച്ചു കൊടുത്തു, അമ്മയ്ക്കും ജ്യൂസ് തന്ന്. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ രണ്ടുപേരും മേളി ഭയങ്കര ക്ലീനിങ് ആയിരുന്നു. കണ്ടോ സഹായിക്കുന്ന അഭിജിത്തിനെ കണ്ടോ, തൂത്തുവാൻ സഹായിക്കുന്നത്. ഇങ്ങോട്ട് വാടാ. അപ്പം അച്ഛനും അബിയും കൂടെ മേളിൽ ക്ലീനിങ് ചെയ്യുമായിരുന്നു. ക്ലീനിങ്ങിന് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസംബറിൽ വന്നപ്പോൾ മേളിൽ ടൈൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ടൈൽസ് ഇടിയിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതുപോലെ അങ്ങ് പോയി കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുത്തതേ ഉള്ളായിരുന്നു. അപ്പം ഇപ്പം ചെന്നപ്പം വീണ്ടും ഒന്ന് തൂത്തുവാരി എല്ലാം ഒന്ന് തുടച്ചിട്ട് നമുക്കൊരു സെറ്റിയൊക്കെ മേളിലോട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വൃത്തിയാക്കുവാണ് അച്ഛനും അബിയും കൂടെ. നമ്മളും തൂത്തുവാരം കയറി വരുവേ ഇടയ്ക്ക്. ഇപ്പോൾ ഇവർ രണ്ടും കൂടെ അങ്ങ് കാര്യമായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഇവിടുത്തെ സെറ്റ് എടുത്ത് മേളിലിടാൻ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ രണ്ട് ജോലിക്കാരാണ്, കാശ് കൊടുക്കേണ്ട, പറഞ്ഞാൽ മാത്രം മതി, അവർ ചെയ്തു തന്നോളും. അങ്ങനെ അങ്കിത്തും അബി താഴെ കിടന്ന സെറ്റ് മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കുകയാണ്. അമ്മർക്ക് എടുത്തുകൊണ്ട് വരാനുള്ളതേ ഉള്ളൂ. അതിൻ്റെ സീറ്റ് നമ്മൾ മാറ്റി, അല്ലാതെ നമുക്ക് അത് മാത്രം എടുത്തുകൊണ്ട് വന്നാൽ മതി. അപ്പോൾ അധികം വെയിറ്റ് ഇല്ലല്ലോ. അങ്ങനെ അവന്മാർ തന്നെ പറഞ്ഞ് നമ്മൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ തന്നെ എടുത്തുകൊണ്ട് വന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ഡയറക്ഷൻസ് കൊടുത്താൽ മതി, ഇങ്ങോട്ടിട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ ആളായിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം പറക്കിക്കൊണ്ടിട്ട് സെറ്റാക്കി. അപ്പോഴാണ് നമുക്ക് ഇന്നൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമായിരുന്നു. ഇതൊരു സൺഡേയിലെ വീഡിയോ ആയിരുന്നു. അപ്പം നമ്മൾ രാവിലെ വിളിച്ചു പറഞ്ഞായിരുന്നു അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞാൽ അവരുടെ പാലുകാച്ച് നേരത്തെ കഴിഞ്ഞതായിരുന്നു, 10-ാം ഉദയത്തിനായിരുന്നു പാലുകാച്ച്.
അപ്പം നമുക്ക് അന്നേരം നാട്ടിലില്ലായിരുന്നല്ലോ, അപ്പം നമ്മൾ വരുമ്പോൾ ഒന്ന് പോകണമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവർ എല്ലാം സെറ്റ് ചെയ്ത് അപ്പോഴത്തേക്ക് അവർ വിളിച്ച് നിങ്ങൾ ഇറങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ട്. അവർ കോന്നി വരെ പോയാൽ മതിയായിരുന്നു, കോന്നിക്കടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് ചെയ്തപ്പോൾ തന്നെ ഉച്ചയോടായി, 12 മണി കഴിഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് കുളിച്ച് റെഡിയായി നമ്മൾ അന്നേരം ഇറങ്ങി. പക്ഷെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയും വന്ന്, എൻ്റെ അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ അമ്മയും ഞാനും അങ്കിത്തും അബി ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്, അപ്പം നമ്മുടെ ഫ്രണ്ടാണ്, ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ അവരുടെ വീട്ടിലോട്ട് പോവാണ്. പത്തനാപുരത്തൊക്കെ നല്ല മഴയായിരുന്നു, ഉച്ച സമയമായിരുന്നു, ഇരുളടച്ച് കിടന്ന് ഭയങ്കര മഴയായിരുന്നു. നമ്മൾ നാട്ടിലുള്ള സമയത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ നമ്മൾ പത്തനാപുരത്ത് നിന്ന് പിന്നെ കലഞ്ഞൂർ, കോന്നി അങ്ങനെ പെട്ടെന്ന് അങ്ങ് പോയായിരുന്നു. കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 27 അത്രയും കിലോമീറ്ററൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മൾ 2 ഗിഫ്റ്റും ഒക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. അന്ന് തന്നെ വൈകിട്ട് നമുക്ക് വേറൊരു വീട്ടിലും പോകണമായിരുന്നു, പാലുകാച്ചിൻ്റെത്. അതും നേരത്തെ പാലുകാച്ച് കഴിഞ്ഞ് നമ്മൾ നാട്ടിലില്ലായിരുന്നു. അന്നേരം അതും കൂടെ ഒരുമിച്ച് പോയിട്ട് വരാമെന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ആദ്യം ഉച്ചയായപ്പോഴത്തേക്ക് 2 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ അവരുടെ വീട്ടിലെത്തി. കാർത്തിക എന്നാണ് പേര്, കാർത്തികയും തനു. ഈ തനുവിൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ഞാൻ അവിടെ ജോധ്പൂരിൽ നിൽക്കുമ്പം തനുവിൻ്റെ ബർത്ത്ഡേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതാണ് അവരുടെ പുതിയ വീട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പുതിയ വീടൊക്കെ കാണിച്ചു തരാം. ഹലോ ഗൈസ്, വീഡിയോ എടുക്കട്ടെ കാർത്തിക, വീഡിയോ എടുക്കട്ടെ. അങ്ങനെ നമ്മൾ വീടെല്ലാം കറങ്ങി കണ്ടിട്ട് ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് കഴിക്കാൻ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയായിരുന്നു. അത് കാറ്ററിങ്ങിൽ നിന്ന് വരുത്തിച്ചതായിരുന്നു. നമ്മൾ ചെല്ലുന്നതെന്നറിഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് വരുത്തിച്ച ഫുഡായിരുന്നു. അപ്പം ഫുഡ് ഒട്ടും വേസ്റ്റ് ആക്കരുതല്ലോ. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. സമയം 2:30-3 മണി ആയായിരുന്നല്ലോ. അവരും ഫുഡ് കഴിച്ചില്ലായിരുന്നു, നമ്മൾ ചെന്നിട്ടായിരുന്നു കഴിച്ചത്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, വയറ് നിറച്ച്. അത് കഴിഞ്ഞിട്ട് പായസം ഉണ്ടായിരുന്നു, അതുമൊക്കെ കുടിച്ച് ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു, വിശ്രമിച്ച്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ക്ഷീണം കാണുമല്ലോ. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ കൊണ്ടുപോയി 2 കുഞ്ഞു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് 4 മണി കഴിഞ്ഞ് കാണും. പിന്നെ നമ്മൾ നേരെ പോയത് ആനക്കൂട്ടിലോട്ടായിരുന്നു. ആനക്കൂട് കോന്നിയിലായിരുന്നല്ലോ അവരുടെ സ്ഥലം, അവിടെ കോന്നി ആനക്കൂടിനടുത്തായിരുന്നു. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയത്. പിന്നെ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ട് എല്ലാവരും കൂടെ നിന്നൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് പോരുന്നു. ഇപ്പം നമ്മൾ ഇവിടുന്ന് നമ്മൾ ആനക്കൂടിൻ്റെ അവിടം വരെ എത്തുന്ന വീഡിയോ ഒറ്റ വീഡിയോ ആയിട്ട് ഇടാം. പിന്നെ അവിടെ നിന്ന് നമ്മൾ വൈകിട്ട് കോന്നി ആനക്കൂട്ടി കയറി അതെല്ലാം കണ്ടിട്ട് പിന്നെ അടുത്ത് വേറൊരു വീടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ ദൂരം പോകണമായിരുന്നു, എലവന്തിട്ട എന്ന് പറയും. അത് എൻ്റെ ഒരു അനിയത്തിയുടെ വീടായിരുന്നു. അതും പാലുകാച്ച് ഓഗസ്റ്റിലെങ്ങാണ്ട് കഴിഞ്ഞത്. പിന്നെ നമ്മൾ ഒരുമിച്ച് ലീവ് വന്നില്ലായിരുന്നല്ലോ, അപ്പം പിന്നെ പോയിട്ടും ഇല്ലായിരുന്നു. അപ്പം ഈ വഴിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് വൈകിട്ട് പിന്നെ അവിടെ കൂടെ പോകുന്നത്. അപ്പോൾ അവൾ വൈകിട്ടേ വീട്ടിൽ കാണത്തുള്ളൂ, വൈകുന്നേരം ചെന്നാൽ മതി എന്ന് പറഞ്ഞ്, രാത്രി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചെന്നാൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ രാത്രിയിൽ അവിടെയും കയറിയിട്ടാണ് തിരിച്ച് വീട്ടിൽ പോകുന്നത്. അപ്പോൾ ആനക്കൂടിൻ്റെയും അവരുടെ വീട്ടിൽ പോയിട്ടുള്ള തിരിച്ച് വീട്ടിലോട്ടുള്ള വീഡിയോയും കൂടെ അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പം
നമ്മളിപ്പോൾ ആനക്കൂട്ടിൻ്റെ അവിടെ അവിടെ എത്തുന്ന വീഡിയോ വരെ ഉള്ളൂ ഇതിനകത്ത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പം നമുക്ക് പുതിയൊരു ഓപ്ഷനൂടെ കിട്ടിയിട്ടുണ്ട്, ഹൈപ്പ് ചെയ്യാൻ. അപ്പം അതിനകത്ത് കമൻറ്റ് ഇങ്ങോട്ട് തട്ടി മാറ്റുമ്പോൾ ആ കമൻറ്റിനകത്ത് ഇങ്ങനെ 3 ഡോട്ട്സ് കാണുമല്ലോ. അപ്പോൾ അതിങ്ങനെ തട്ടി മാറ്റുമ്പോൾ അതിനകത്ത് ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കാണും. ജസ്റ്റ് അതിനകത്തൊന്ന് തൊട്ടാൽ മതി, അപ്പം നമുക്ക് പോയിൻറ്റ്സ് വരും. അപ്പോൾ അതും കൂടെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക. അപ്പം നമ്മുടെ ബാക്കി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മൾ നേരത്തെ ഒരു ദിവസം ഇവിടെ വന്നിട്ട് കാണാൻ പറ്റാതെ പോയത്. മൺഡേ ഇവിടെ അവധിയാണ്, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ മൺഡേയിലായിരുന്നു വന്നത്. ഇന്ന് എന്തായാലും കയറി കണ്ടിട്ടേ പോകത്തുള്ളൂ എന്ന് വെച്ച് വന്നതാണ്. വൈകുന്നേരമാണ്, പക്ഷെ 6:30 വരെ സമയമുള്ളൂ. അപ്പം നമ്മൾ കയറി കാണുന്ന വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ബൈ.